അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജീവിതം സ്റ്റക്കായി നിൽക്കുകയാണ്. കഴിഞ്ഞ 1, 3, 5 വർഷങ്ങൾക്കപ്പുറമുള്ള അതേ അവസ്ഥയിലാണ് ഇപ്പോഴും നിങ്ങളുള്ളത്. അതേ ജോലി, അതേ പ്രശ്നങ്ങൾ, അതേ ചലഞ്ചുകൾ, അതേ കടങ്ങൾ, ഒരു മാറ്റമില്ലാതെ, ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ലാതെ അത്തരം ഒരു അവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കുകയാണ്. ഒരു 7 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഒരു അവസ്ഥയെ ബ്രേക്ക് ചെയ്യാനും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതത്തിൽ, അല്ലെങ്കിൽ ഇതിനേക്കാളും ഒരു മെച്ചപ്പെട്ട ഒരു ലൈഫിലേക്ക് ഈ സ്റ്റക്കായ അവസ്ഥയിൽ നിന്ന് എങ്ങനെ മാറാം എന്നതിന് സഹായകരമാകുന്ന 7 കാര്യങ്ങളാണ്. നമ്മൾ നന്നായി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷെ ഫിനാൻഷ്യലി, ഇമോഷണലി, സ്പിരിച്വലി ഒക്കെ നാം വളരെ വീക്കാണ്. ഒരേ അവസ്ഥയിലൂടെ ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാർഡ് വർക്ക് ഉണ്ട്, പക്ഷെ റിസൾട്ട് കാണുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, നേരം പുലരുന്നു, എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നു, രാത്രി കടന്നുറങ്ങുന്നു, വീണ്ടും ഇതേ അവസ്ഥകൾ, വീണ്ടും ഇതേ റൂട്ടീനാണ് പിന്തുടരുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കാനാകും. ഈ ഒരു സ്റ്റക്കായി കിടക്കുന്ന ഈ അവസ്ഥയെ മാറ്റണമെങ്കിൽ ആദ്യം മാറ്റേണ്ടുന്നത് നമ്മുടെ റൂട്ടീൻ തന്നെയാണ്. ദൈനംദിന ചര്യകൾ എന്നും ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കാൻ നല്ല എളുപ്പം, അതൊരു ഈസി ആയിരിക്കും. പക്ഷെ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റൂട്ടീനിൽ നാം മാറ്റം വരുത്തേണ്ടതുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ഇനി ഒരു 10 വർഷം ചെയ്യുന്നതെങ്കിലും ഇതേ റിസൾട്ട്, ഇതേ സ്റ്റക്കിൽ തന്നെയായിരിക്കും നിങ്ങൾ 10 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം സ്റ്റക്കാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. ഒന്നാമത്തെ സ്റ്റെപ്പ്, അക്സെപ്റ്റ് യു ആർ സ്റ്റക്ക്. നിങ്ങളിപ്പോൾ ഒരു സ്റ്റക്കായ അവസ്ഥയിലാണ് എന്ന കാര്യം നിങ്ങൾ സ്വയം അംഗീകരിക്കുക എന്നതാണ്. ഈ അംഗീകരിക്കാതെ, ഇത് സ്വയം തിരിച്ചറിയാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. അപ്പൊ ആദ്യത്തെ കാര്യം, നിങ്ങളുടെ ഈ സ്റ്റക്കായ അവസ്ഥ, കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ഇതേ അവസ്ഥയിലാണ് എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുക, അത് അംഗീകരിക്കുക. ഇങ്ങനെ അംഗീകരിച്ച് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇതിന് ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മുടെ അവസ്ഥ ഇന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് ചേഞ്ച് വരുത്താൻ കഴിയുള്ളൂ. സെക്കൻഡ് സ്റ്റെപ്പ്, ഇതിന്റെ യഥാർത്ഥമായ കാരണം എന്താണെന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് സ്കില്ല് കുറഞ്ഞതായിരിക്കാം, റോങ് മൈൻഡ് സെറ്റ് ആവാം, ഫിനാൻഷ്യൽ ഹാബിറ്റ്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പുകളാവാം, ഇങ്ങനെ എന്തോ ആവാം. എന്താണ് ഇതിന് യഥാർത്ഥമായ കാരണം എന്ന് മനസ്സിലാക്കുക. സ്കില്ല് കുറവാണെങ്കിൽ പുതിയ സ്കില്ലുകൾ പഠിച്ചെടുക്കുക. റോങ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ മൈൻഡ് സെറ്റ് മാറ്റുക. റിലേഷൻഷിപ്പാണ് പ്രശ്നമെങ്കിൽ അത് മാറ്റുക. ഈ ഫിനാൻഷ്യൽ ബാഡ് ഹാബിറ്റ്സുകളാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് പഠിക്കുക, അത് മാറ്റുക. ഇങ്ങനെ എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം, ഞാൻ ഇത്രയും കാലങ്ങളായിട്ട് ഇതേ സ്റ്റക്കായ അവസ്ഥയിൽ നിൽക്കാനുള്ള കാരണം എന്താണെന്ന് തിരിച്ചറിയുക, അത് മാറ്റുക എന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഈ അവസ്ഥയിൽ സ്റ്റക്കായി നിൽക്കാനുള്ള കാരണങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾ സ്വയം ചോദിക്കുക. ഒരു 5 വർഷം കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇതേ റൂട്ടീൻ, ഇതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ ഒരു 5 വർഷം കൂടി ജീവിച്ചാൽ, 5 വർഷം കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവും, എൻ്റെ കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്ന് ചോദിക്കും. ഇല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട് എന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് ആ കാര്യങ്ങൾ കൂടി നമ്മുടെ ഡെയിലി ഹാബിറ്റ്സിൽ ഉൾപ്പെടുത്തുക. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ്, എന്താണ് ഞാൻ സ്റ്റക്കായി നിൽക്കാനുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്താണ്, അതിന്റെ റൂട്ട് കേസ് എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ്, റീസെറ്റ് യുവർ മൈൻഡ് സെറ്റ് എന്നാണ്. അതായത് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക. എനിക്കിത് കഴിയില്ല എന്ന ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ എനിക്ക് എങ്ങനെ അത് സാധിച്ചെടുക്കാം എന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറ്റുക. എപ്പോഴും നമ്മുടെ പുറമേയുള്ള കാര്യങ്ങൾക്കപ്പുറം നമ്മുടെ വിജയ പരാജയങ്ങളെ തീരുമാനിക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റുകളാണ്. കഴിയുമെന്ന മൈൻഡ് സെറ്റിലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയും. ഹെൻറി ഫോർഡ് അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കഴിയുമെന്ന് വിശ്വസിച്ചാലും കഴിയില്ല എന്ന് വിശ്വസിച്ചാലും രണ്ടും സത്യമാണ്. അപ്പോ എനിക്ക് കഴിയില്ല, ഞാനതിന് ഏബിൾ അല്ല എന്നൊരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടെങ്കിൽ എനിക്കതെങ്ങനെ നേടാൻ പറ്റും
എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ കിട്ടും. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്കത് നേടാൻ പറ്റുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക, അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. നമ്മുടെ ചുറ്റുപാടുകൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് നമ്മെ നയിക്കുന്ന വിധത്തിലേക്ക് മാറ്റിയെടുക്കുക. അത്തരം കൂട്ടുകാരുമായി കൂട്ടുകൂടുക, അത്തരം വീഡിയോകൾ കാണുക, അത്തരം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് മാറുന്നതാണ്. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് ഇതാണ്, നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ നിന്ന് പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് മാറുക എന്നതാണ്. ഫോർത്ത് സ്റ്റെപ്പ് സ്ട്രെങ്തൻ യുവർ സ്പിരിച്വൽ ബേസ് എന്നാണ്. എന്ന് വെച്ചാൽ ആത്മീയപരമായ കാര്യങ്ങൾക്ക് നാം ജീവിതത്തിൽ ഊന്നൽ കൊടുക്കുക, അതിന് പ്രാധാന്യം കൊടുക്കുക. നമ്മുടെ നിസ്കാരങ്ങൾ, 5 വക്ത നിസ്കാരങ്ങൾ, ദുആകള്, പ്രാർത്ഥനകള്, ഈ കാര്യങ്ങൾ, തവക്കുല്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളുമായി സംയോജിപ്പിച്ചുകൊണ്ടായിരിക്കുക. നമ്മുടെ പ്രവർത്തനവും പ്രാർത്ഥനകളും ഒന്നിച്ചുണ്ടാകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങളിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിന്റെ സഹായം തേടുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മുമ്പിൽ കവാടങ്ങൾ, നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ, വാതിലുകൾ തുറക്കപ്പെടുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും. വിത്ത് ഗോഡ് യു ആർ ഹീറോ, വിത്തൗട്ട് ഗോഡ് യു ആർ സീറോ എന്നാണ്. നാം പാതി ദൈവം പാതി എന്നാണല്ലോ പറയാറുള്ളത്. അപ്പോ നമ്മുടെ ഇബാദത്തുകൾ ചെയ്യുക, ഫർളായ നിസ്കാരങ്ങളും സുന്നത്തായ കാര്യങ്ങളും നിർവഹിക്കുക, ദുആകൾ വർദ്ധിപ്പിക്കുക, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ, നമ്മുടെ ഈ ഒരു സ്റ്റക്കായ അവസ്ഥ മാറ്റാൻ വേണ്ടിയിട്ട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അതോടൊപ്പം പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കുക. എപ്പോഴും പറയാറുണ്ട്, ദുആ മാത്രം കാര്യമല്ല, ദുആ ഉണ്ടാവണം, പ്രവർത്തനം ഉണ്ടാവണം, പ്രവർത്തനം ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം. പ്രാർത്ഥന കൊണ്ട് മാത്രവും കാര്യമില്ല, പ്രവർത്തനം കൊണ്ട് മാത്രവും കാര്യമില്ല. രണ്ടും കൂടെ കൂടുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഫിഫ്ത്ത് സ്റ്റെപ്പ്, നിങ്ങളുടെ ഈ ഒരു സ്റ്റക്കായ അവസ്ഥയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യമായ സ്കില്ല്, ഒരു മുന്നോട്ട് പോകാൻ ആവശ്യമായ സ്കില്ലില്ലാത്തതായിരിക്കാം. തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്കില്ല് പഠിച്ചെടുക്കുക. എന്ത് സ്കില്ലാണ് എനിക്ക് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് അത് പഠിച്ചെടുക്കാനുള്ള ശ്രമം ഉണ്ടായിരിക്കും. ഇപ്പൊ ഏത് സ്കില്ല് പഠിക്കാനും വളരെ ഈസിയാണ്. ഓൺലൈനായിട്ട് വ്യത്യസ്ത കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് അനുയോജ്യമായ സ്കില്ല് എന്താണോ, നിങ്ങളുടെ ഒരു സ്റ്റക്കായി അവസ്ഥ മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് സ്കില്ലാണ് വേണ്ടത് എന്ന് ഞാൻ തിരിച്ചറിയുക, നിങ്ങളും അതുപോലെ തിരിച്ചറിയുക. എന്നാൽ ആ സ്കില്ല് പഠിച്ചെടുക്കുന്നതോടുകൂടെ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. തീർച്ചയായിട്ടും ഈ സ്റ്റക്കായ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആവശ്യമായ സ്കിൽ എന്താണോ, മറ്റുള്ളവർ പഠിക്കുന്നതോ മറ്റുള്ളവർ പറയുന്നതോ ഒന്നുമല്ല, നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കിൽ എന്താണെന്ന് മനസ്സിലാക്കുക, അത് പഠിച്ചെടുക്കുക എന്നതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ്. സിക്സ്ത് സ്റ്റെപ്പ്, ടേക്ക് സ്മോൾ ബട്ട് കൺസിസ്റ്റന്റ് ആക്ഷൻ എന്നാണ്. അതായത് ഒരു ചെറിയ സ്റ്റെപ്പ് ഇന്ന് തന്നെ എടുക്കുക, അത് നാളത്തേക്ക് വെക്കരുത്. പക്ഷെ അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. ഇന്നൊരു ദിവസം ഒരു കാര്യം ചെയ്തു, നിങ്ങളുടെ ഈ സ്റ്റക്കായ അവസ്ഥ മാറ്റാൻ വേണ്ടി ഇന്നൊരു കാര്യം ചെയ്തു, നാളെ അതില്ല, അങ്ങനെയല്ല. ചെറിയ കാര്യം ചെയ്താൽ മതി, പക്ഷെ അത് എന്നും ചെയ്തിരിക്കണം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ്. അത് സ്കില്ല് പഠിച്ചെടുക്കുന്ന കാര്യമാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ തിരിച്ചറിഞ്ഞത് നിങ്ങളുടെ ഈ സ്റ്റക്കായ അവസ്ഥയിൽ നിന്ന് മാറ്റാൻ വേണ്ടി, ആ കാര്യം ചെയ്യാൻ വേണ്ടി സ്മോൾ ആക്ഷൻ എന്നും എടുക്കണം. അത് കൺസിസ്റ്റന്റ് ആയിരിക്കണം, ചെറുതും ആയിരിക്കണം. വലിയൊരു ചേഞ്ച് ഒറ്റ ദിവസം കൊണ്ട് ചെയ്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് സ്മോൾ ആക്ഷൻ എടുക്കുക, പക്ഷെ അത് എന്നും ചെയ്യുക എന്നതാണ് 6th സ്റ്റെപ്പ്. 7ാമത്തതും അവസാനത്തതുമായ സ്റ്റെപ്പ്, നിങ്ങളുടെ എൻവിയോൺമെന്റ് മാറ്റുക എന്നതാണ്. ചുറ്റുപാടുകൾ മാറ്റുക. നിങ്ങൾ ഇപ്പൊ നാട്ടിലാണ്, നിങ്ങളുടെ ചെറിയ ഗ്രാമത്തിലാണെങ്കിൽ ഒരു പുതിയൊരു സ്ഥലത്തേക്ക് മാറുക. അത് നിങ്ങളുടെ ജോലി തേടിയിട്ടായിരിക്കാം. നിങ്ങൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു വിദേശത്ത് ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ഒരു നെഗറ്റീവ് ഫ്രണ്ട്സുകളാണെങ്കിൽ ഒരു പോസിറ്റീവ് ഫ്രണ്ട്സുകളുടെ ഒരു ചുറ്റുപാട് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ നിങ്ങളുടെ ഇംപ്രൂവ്മെന്റിന് സഹായകരമല്ലെങ്കിൽ അത്തരം വീഡിയോകളെ കൂടുതൽ അത്തരം ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരം വീഡിയോകൾ കാണുക, സമയങ്ങൾ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ ടോട്ടലി ചുറ്റുപാടുകൾ മാറ്റുക. നിങ്ങളുടെ ചുറ്റുപാടുകൾ മുഴുവനും നിങ്ങളുടെ ഇംപ്രൂവ്മെന്റിന് സഹായിക്കുന്ന കാര്യങ്ങളാൽ നിറയട്ടെ. എങ്കിലേ നിങ്ങൾക്ക് ഈ പോസിറ്റീവ് മൈൻഡ് സെറ്റും നിങ്ങൾക്ക് എന്താണ് നേടേണ്ടത്
അതിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങളെ നിർവഹിക്കാനും സാധിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ നിങ്ങളുടെ സ്റ്റക്കായ അവസ്ഥ മാറ്റാൻ വേണ്ടിയിട്ട് 7 സ്റ്റെപ്പുകളാണ് ഇവിടെ പറഞ്ഞത്. ഒന്നാമത്തത് അക്സെപ്റ്റ് യു ആർ സ്റ്റക്ക്, നിങ്ങൾ സ്റ്റക്കാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുക. രണ്ടാമത്തത് ഇതിന്റെ റൂട്ട് കേസ് എന്താണ്, യഥാർത്ഥ കാരണം എന്താണ് എന്ന് കണ്ടെത്തുക. മൂന്നാമത്തത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക. നാലാമത്തത് സ്പിരിച്വൽ ബേസ് സ്ട്രെങ്ത് ചെയ്യുക, ശക്തിപ്പെടുത്തുക, ഊന്നൽ കൊടുക്കുക. അഞ്ചാമത്തത് സ്കില്ല് പഠിച്ചെടുക്കുക, എന്താണോ ആവശ്യമായ സ്കില്ല് അത് പഠിച്ചെടുക്കുക. ആറാമത്തത് ചെറുതാണെങ്കിലും നിരന്തരമായ ഒരു ആക്ഷൻ എടുക്കുക. ഏഴാമത്തത് നിങ്ങളുടെ ചുറ്റുപാടുകൾ മാറ്റുക, ചുറ്റുപാടുകൾ പോസിറ്റീവ് തിങ്സുകളാൽ കാര്യങ്ങളാൽ നിറയട്ടെ. ബാറക്കല്ലാഹു ഫീക്കും വജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.